ഇതിപ്പോൾ ഇടവായിലാണ് കേട്ടോ. ഇടവായിൽ ഇതിപ്പം കുറേ നാളിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വഴി എന്ത് മൊത്തം കാട് പിടിച്ച് കിടക്കുക, വയലായിരുന്നു. ഇതൊക്കെ നികത്തി ഇവിടെ തിരിച്ചൊക്കെ ഇട്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ വന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് കണക്കിന് അപ്പുറത്തൊരു വഴി കൂടെ പോയി നോക്കട്ടെ. അവിടെ എല്ലായിടത്തും ഇതേ കൂടെ കയറാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം. ഒരു രക്ഷയില്ല. ഒരു കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട്, നടക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുമാത്രമല്ല വയലല്ലേ, വയലിനകത്താണ് ചെളി ഉണ്ടാവുമോ എന്നുള്ള സംശയത്തിലാണ്. സംശയിച്ചങ്ങോട്ട് പോയിട്ട് ചെളിയാണെങ്കിൽ ഞാൻ പെട്ടുപോകും. തിരിച്ചെനിക്ക് പോകാനുള്ളതാണ്. കണ്ടോ എന്ത് കാടാണെന്ന് നോക്കിക്ക്. ഇതിലെ കൂടെ എങ്ങനെ പോകാനാ? ഇതിലെ കൂടെ എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യല്ലോ. ഇത് കണ്ട, അയ്യോ ഇത് കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. വഴിയിലല്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ വല്ല പാമ്പുണ്ടോ ചേരയുണ്ടോ എനിക്കറിയാൻ വയ്യ. എന്താണ് അവസ്ഥ? ഇത് കാട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അയ്യോ ഞാൻ വീഡിയോ പിന്നെ എടുക്കാം. അവിടുത്തെ കാട് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. എന്തായാലും വീട്ടിനവിടെ എത്താറായി. ഇവർക്ക് എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവർക്കതൊക്കെ വെട്ടിത്തെളിച്ചൂടെ? വയൽ നികത്തി എടുത്തതാ, നല്ല കാര്യമുണ്ട്. കൃഷി ഉണ്ടായിരുന്ന സമയത്ത് നല്ലതുപോലെ നടക്കാൻ പറ്റുമായിരുന്നു. വയൽ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ. ഇതിപ്പോൾ എന്തോ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. കണ്ടാൽ നോക്ക്, മനുഷ്യർ താമസിക്കുന്നിടമാണെന്ന് കണ്ടാൽ പറയുമോ? ചുറ്റിനും നല്ല നല്ല വീടുകളുണ്ട്. അതിൽ ഭൂരിപക്ഷം ബന്ധുക്കളുടെ വീടാണ് കേട്ടോ. അത് വേറെ കാര്യം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് വീട്. ഞാനിവിടെ വന്നതാണേ. നോക്കട്ടെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ ക്യാമറയുണ്ട്, വീഡിയോ പിടിച്ചുകൊണ്ടിരുമ്പോൾ അത് അറിയുകയും ചെയ്യാം. നോക്കട്ടെ, ഇനി എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത വീട്ടിലോട്ട് പോവാണ്. അതായത് കുടുംബ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ സഹോദരിയും മക്കളും മരുമക്കളൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അയ്യോ ഇവിടെ ഒരു പട്ടി നിൽക്കുന്നത്, കടിക്കുമോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അയ്യോ ഒരു പട്ടി ഓടി വരുന്നു. പട്ടിയെ കണ്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷേ പട്ടിയും പേടിച്ചു ഓടി. ഒരു പട്ടി ഇങ്ങോട്ടും പോയി, ഒരു പട്ടി അങ്ങോട്ടും പോയി. അയ്യോ പാവം പട്ടികൾ, അവരെന്ത് ചെയ്തു? അയ്യോ ഇത് എവിടെയാണെന്തോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടുള്ള ഇവിടുന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്താണെന്നറിയോ, മറ്റേ കടലിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ ഈ സ്ലാബ്, ഇതിൻ്റെ അടിയിൽ സ്ലാബ് ഇരുന്നാണ്. ഇവിടെ കൂടെ സ്ലാബ് കണ്ടോ, ഇതിൻ്റെ അടിയിൽ തോടാണ്, കുഞ്ഞു തോട്. അടിയിൽ കൂടെ വെള്ളം ഒഴുകി നേരെ പോകുന്നത് കടലിലേക്കാണ്. കുറേ ഓട്ടോ വരുന്നുണ്ട്. ഞാൻ നേരത്തെ കയറിയ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. വണ്ടി അങ്ങ് പോട്ടെ. മുമ്പൊരിക്കൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ആ വഴിയിൽ നിന്നായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നിങ്ങനെ. ഇല്ല, കാട്ടിനിടയിൽ കൂടെ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ പേടി. അതാണ് ഈ ഒരു കമ്പെടുത്ത് കഴിച്ചുകൊണ്ട്, ഇത് പട്ടി അടിക്കാനാണ്. ഇത് പട്ടി വന്നാൽ പട്ടി അടിക്കാം, പാമ്പ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാടിൻ്റെ ഇടയിൽ പല പാമ്പും ഉണ്ടെങ്കിലോ എനിക്കറിയില്ല. എന്തായാലും നോക്കി പോവാം. ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്, ഇതിലെന്ത് കണ്ടൻറ്റാണുള്ളത് അങ്ങനെ. നല്ല പണ്ട് ഇതിലേക്കൂടെ നടക്കുമ്പോഴല്ലോ കുഞ്ഞോട്ട് വഴിയും ഇവിടെ ഇങ്ങനെ ഇതിവിടെ വെറുതെ തോടിങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടെ ചാല് പോലെ ഇങ്ങനെ. അയ്യോ എത്ര പട്ടികൾ നോക്കുകയാണ്. ഈ പട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതാണോ എനിക്കറിയത്തില്ല. പട്ടി ചാടി പിടിക്കുമോ? അയ്യോ ആ പട്ടികളൊന്നും ഒന്നും ചെയ്തില്ല. ആ പട്ടികൾ പാവം പട്ടികളായിരുന്നു തോന്നുന്നു, ഒന്നും ചെയ്തില്ല. അതിനെ ആരും ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അയ്യോ എനിക്കില്ല, കാട് കാണുമ്പോൾ പേടിയാവുന്നു. കണ്ട കാട്, എൻ്റെ കുഞ്ഞിലേക്ക് എന്ത് ഓടിച്ചാടി നടന്നിട്ടുള്ള സ്ഥലമെന്നറിയാമോ ഇതൊക്കെ? നല്ല രസമായിരുന്നു അന്നൊക്കെ കാണാനായിട്ട്. ഇപ്പം നോക്കുക വയലാണ്. വയലിനകത്ത് ഇവിടെ മതിലായി തിരിച്ച് ഇവിടെ വഴിക്ക് വിട്ടിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് എല്ലാം കെട്ടി അടച്ചിട്ടിരിക്കുക. ഓരോരുത്തരുടെ വകയായിരിക്കും. ഇത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. അപ്പോൾ കുറച്ച് നാൾ മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ വരുമ്പോൾ പോലും
ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇത് നല്ല വഴിയായിരുന്നു ഇത്. പക്ഷെ മഴയത്തുണ്ടല്ലോ, ഇത് വയലായിരുന്നില്ലേ നേരത്തെ, വയലായിരുന്നു പറഞ്ഞല്ലോ, ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കും മഴയത്ത്. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു വെള്ളം കാണുമോ ചെളി കാണുമോ. അങ്ങനെ ഇവരുടെയൊക്കെ അവിടെയൊക്കെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു വന്നത്. അയ്യോ, ഇതിപ്പം ഒന്ന് നടന്ന് പോകുന്ന ഒരാൾ നടന്ന ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ടേ, കണ്ടോ, ചെറുതായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലും കാണാനില്ല. ഇത് ആൾക്കാർ നടന്ന വഴിയാണോ, ബൈക്ക് പോയിട്ട് വല്ലതും ആണോ? എന്ത് കാടാ ഇത്! ഇതിനകത്ത് വല്ല പാമ്പുണ്ടെന്ന് അറിയോ? ഞാനേ റോഡിലെത്തിയിട്ട് പിടിക്കും, ഞാനിത് തറ നോക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ തറയിൽ നോക്കാൻ പറ്റില്ല, ഫോണിൽ നോക്കിക്കൊണ്ട് പോയാൽ. എന്തായിരുന്നാലും റോഡിലെത്തി. കാണുന്ന വീടുണ്ടല്ലോ, അവിടെ ഞാൻ നേരത്തെ വന്നേ. അത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിലേ കൂടെയും പോകാം, ഞാനിപ്പോൾ ഇങ്ങനെ പോവാം. ഇത് എൻ്റെ അപ്പച്ചിയുടെ വീട്. ഞാൻ അവിടെ വന്നിട്ട് അയ്യോ, ഇങ്ങനെ റോഡിലോട്ട് പോകണം. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഈ വഴി കുറച്ചങ്ങോട്ട് പോകണം മെയിൻ റോഡിലെത്താൻ. ഇവിടുന്ന് ഇപ്പം ബസ്സിൽ കയറിയാലേ എനിക്ക് വർക്കലയിൽ നിന്നുള്ള ബസ് കിട്ടത്തുള്ളൂ. അഞ്ചലത്തേക്ക് ബസ്സിൽ പോകണമെങ്കിൽ വർക്കല പോകണം. വർക്കല ചെന്നിട്ടേ ബസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. റോഡ് വരെ നടക്കണം. വർക്കല എത്താറായി. ഇവിടുന്ന് ഇങ്ങനെ വർക്കലയിൽ നിന്ന് വരും, ഇങ്ങോട്ട് കാപ്പിൽ പരവൂർ അങ്ങനെ പോകും. മെയിൻ റോഡിലേക്ക് എത്താൻ പോകുന്നു. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പട്ടികൾ കാണും, ഇവിടെയും പട്ടികളെയോ. എനിക്കിതുപോലെ പേടി വേറൊന്നുമില്ല. എന്താണെന്നറിയോ, എനിക്ക് മെഡിസിൻ അലർജിയാണ്. അപ്പം ഇതിൻ്റെ കാണാൻ കടി കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അതോ ഗതി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ കൊച്ചെന്തായാലും കല്ലിൽ ഞാൻ ഓടിച്ചു, അത് നന്നായി. എന്ന് പറഞ്ഞാൽ എറിഞ്ഞതിനെ കൊല്ലണമെന്നൊന്നുമല്ല, ഞാൻ ഓടിച്ചു വിട്ടു, അത്രയേ ഉള്ളൂ. ഞാനിപ്പം മെയിൻ റോഡിൽ വന്ന്, മെയിൻ റോഡ് അതാണ്. മെയിൻ റോഡിൽ നിന്ന് ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് കുറച്ചുകൂടെ മുമ്പോട്ടേം പോട്ടെ. അവിടെ ഒരു സ്ഥലത്തൂടെ എനിക്ക് പോകണം, പോയിട്ട് വേണം വീട്ടിലോട്ട് പോയി. വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്, ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. എനിക്കിപ്പം വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് സമയമില്ല, പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പം നിങ്ങളിത് കുറ്റമൊന്നും പറയണ്ട. എപ്പോഴൊന്നും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്, എന്ത് കണ്ടൻറ് ഉണ്ടെന്നൊന്നും ചോദിക്കേണ്ട. ഞാനിത് എടുത്തു തന്നെയുള്ളൂ. കുറേ നാളുകൊണ്ട് വീഡിയോ എനിക്കൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തു തന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.